ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളിതാ കാലത്ത് ഒരു 4:30-5 മണി സമയത്ത് എണീറ്റിട്ട് അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങളൊന്ന് പൊന്നൂസിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ വരെ പോയി. അവിടുന്ന് ഞങ്ങൾ നേരെ എടപ്പാൾ വീട്ടിൽ വന്നു. അവിടെ കിടന്നുറങ്ങിയിട്ട് ഇതാ പുലർച്ചയ്ക്ക് നേരെ അമ്മയുടെ അടുത്ത് പോവുകയാണ്. അപ്പോൾ അമ്മേനെയും കൂട്ടിയിട്ട് വേണം നമുക്ക് ഐവർ മഠത്തേക്ക് പോകാനായിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അമ്മേനെയും കൂട്ടി ഇതാ അവിടുന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ കൂടെ അച്ചുണ്ട് കേട്ടോ. അച്ചും ഷായേട്ടനും പൊന്നൂസും അമ്മയും ഞാനും കൂടിയിട്ടാണ് പോണത്. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഐവർ മഠത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് താഴേക്ക് പോകണം, ബലിയും കാര്യങ്ങളൊക്കെ ഇടുന്ന സ്ഥലത്തേക്ക് കേട്ടോ. അപ്പോൾ അവർ ഇതാ ഫാസ്റ്റായിട്ട് അങ്ങനെ നടന്നുപോയി. ഞാനും അമ്മയും കൂടി ഞങ്ങളിങ്ങനെ ഓരോന്നൊക്കെ കണ്ടിട്ട് അങ്ങനെ മെല്ലെ മെല്ലെയാണ് കേട്ടോ നടന്നു പോണത്. ഇത് നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ ഈ കാണുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെയാണ് കേട്ടോ ദഹിപ്പിക്കുന്ന സ്ഥലം. അപ്പോൾ അമ്മ അതെനിക്ക് കാണിച്ചു തരുമായിരുന്നു. ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് താഴേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ബലികർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങളിവിടെ വന്ന് നോക്കുമ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് പേരിരുന്ന് ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ കർമ്മം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അച്ചുവാണ് കേട്ടോ. അപ്പോൾ അവന് ഇത് കുളിക്കാൻ വേണ്ടിയിട്ട് മുങ്ങി കുളിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇവിടെ ഈ ഭാഗത്തൊന്നും വെള്ളമില്ല, പക്ഷെ കുറച്ച് അങ്ങോട്ട് ദൂരേക്ക് പോയാൽ അത്യാവശ്യം ഒന്ന് മുങ്ങാനുള്ള വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അവിടെ പോയിട്ടാണ് മുങ്ങിക്കുളിച്ച് വരുന്നത്. അപ്പോൾ അച്ഛനും അവിടെ പോയിട്ട് മുങ്ങിക്കുളിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ അങ്ങനെ സ്പെൻഡ് ചെയ്തു. പിന്നെ ഇതിപ്പോൾ ഷായേട്ടൻ്റെ അനിയൻ്റെ ബലിയിടൽ ചടങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങളിവിടെ വന്നിട്ടുള്ളത്. ഇതിപ്പോൾ 2ാമത്തെ വർഷമാണ്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ അമ്പലത്തിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇത് ശ്രീകൃഷ്ണൻ്റെ അമ്പലമാണ്. നമ്മളവിടെ ബലിയിട്ട് കഴിഞ്ഞാൽ ഈ അമ്പലത്തിലേക്ക് വന്നിട്ട് വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വഴിപാടാണ് തിലക ഹോമമൊക്കെ. അപ്പോൾ ഞങ്ങൾക്കതൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിവിടെ വന്നു കേട്ടോ. ഒരു ശാന്തമായൊരു അന്തരീക്ഷമാണ്. അപ്പോൾ നമുക്കിവിടെ വന്നു കഴിഞ്ഞ ഒരു പ്രത്യേക ഒരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ. എന്തോ ഒരു വിഷമോ എന്നാൽ ഒരു സമാധാനം ഒക്കെ കിട്ടുന്ന ഒരു പ്രത്യേക ഒരു വൈബാണ് കേട്ടോ. അതെന്താ വെച്ചാൽ നമ്മളിപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ബലിയൊക്കെ കഴിഞ്ഞ് വരുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും അങ്ങനെ ഒരു എനിക്ക് തോന്നിയതാണ് കേട്ടോ. എന്തോ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉള്ള പോലത്തെ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറാണ്. അങ്ങനെ ഞങ്ങളിവിടെ വന്ന് ഉള്ളമ്പലത്തിലൊക്കെ കയറി തൊഴുതു, വഴിപാടുകളൊക്കെ കഴിച്ചു. തിലകഹോമം അങ്ങനെ കുറച്ച് വഴിപാടുകളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അന്നദാനത്തിനും പൈസ കൊടുത്ത് അങ്ങനെ ഞങ്ങൾ നേരെ ഇനി വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടോ. ഒരുപാട് സമയം ഞങ്ങൾ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് അങ്ങനെ വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വണ്ടി നമ്മുടെ പാർക്കിംഗ് ഏരിയയിലാണ് കേട്ടോ. അപ്പോൾ അവർ അങ്ങോട്ട് നടന്നു പോയി. ഞാനും അമ്മയും കൂടെ പതുക്കെയാണ് കേട്ടോ പോണത്. നമ്മുടെ ഈ ഐവർമഠം ക്ഷേത്രം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തിരുവില്ലാമല പഞ്ചായത്തിലെ പാമ്പാടി എന്ന സ്ഥലത്താണ് കേട്ടോ. ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. ഒരുപാട് ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് കേട്ടോ. നമുക്ക് ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ അതൊന്നും ഉൾക്കൊള്ളിക്കാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മുടെ വീട്ടിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ. ഈ കാണുന്നതാണ് ചിനക്കത്തൂർക്കാവ് ക്ഷേത്രം. ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഒരുപാട് തവണ ഇതുവഴി പോകുമ്പോൾ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ദിവസം പോകണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ അങ്ങനെ വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു സമയമായിട്ടുണ്ട് കേട്ടോ. നമ്മളെ വീട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ.